ഹേ ഗായ്സ്, ഇത് ഞാൻ കോഴിക്കോട് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇനി അതിനോട് പ്രസക്തിയില്ല. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തോളി. അങ്ങനെ പോകാൻ പ്ലാൻ ചെയ്യണത് തന്നെ രാവിലെ 10 മണിക്കാണ്. അങ്ങനെ ഒരുങ്ങി കെട്ടി ഈ സ്റ്റേഷനിൽ എത്തിയപ്പോൾ 12 മണി ആയിട്ട് ടിക്കറ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് 1:10 ട്രെയിൻ വരാമെന്ന്. 1:10 വരാനുള്ള ട്രെയിന് വന്നത് 1:30ക്കാണ്. ഭാഗ്യം 10 മിനിറ്റ് ലേറ്റ് ആയിട്ടുള്ളൂ. 20 മിനിറ്റ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ട് സീറ്റ് പിടിച്ചു. കോഴിക്കോടേക്ക് ട്രെയിനിൽ പോകും, അതിൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു. അങ്ങനെ അത് ഏതായാലും സഫലമായി. ട്രെയിനിൻ്റെ ഭംഗിയല്ല, ട്രെയിനിലിരുന്ന് പ്രകൃതിയുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് വന്നപ്പോഴേക്കും നമ്മൾ കോഴിക്കോട് എത്തി. നല്ല ഹൽവയുടെ മണം. പിന്നെ ഞങ്ങളവിടെ കൂടുതൽ നേരം നിന്നില്ല. ഒരു ബസ് പിടിച്ച് നേരെ ബീച്ച് റോഡിലേക്ക് പോയി. അവിടെ ചെന്നിറങ്ങിയപ്പോൾ ആകെ കൺഫ്യൂഷനായി. കാരണം ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചിട്ടില്ല, എവിടുന്ന് കഴിക്കും എന്നുള്ളതായി കൺഫ്യൂഷൻ. അങ്ങനെ ഞങ്ങൾ ആദാമിൻ്റെ ചായക്കടയിൽ കയറി. നല്ല കിട്ടില്ല ആംബിയൻസ് ഉള്ള വിൻറ്റേജ് തീമൊക്കെ സെറ്റാക്കിയിട്ടുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിനും. പിന്നെ കോഴിക്കോട് എത്തിയിട്ട് ബിരിയാണി കഴിക്കാണ്ട് വന്ന മോശമല്ലേ. അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിച്ചു. ആദ്യം കുറച്ച് സാലഡ്, പിന്നെ കുറച്ച് അച്ചാർ. ഈ അച്ചാർ അടിപൊളി ഇരുന്നിട്ടോ, മസ്റ്റ് ട്രൈ ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ എരിയുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചിക്കൻ ബിരിയാണി തട്ട ഉമ്മിയും ഉപ്പിയും മീൽസാണ് കഴിച്ചത്. അതും അടിപൊളിയാണെന്നാണ് ഓര് പറഞ്ഞത്. പിന്നെ ഈ ഫുഡ് വ്ളോഗേഴ്സൊക്കെ പറയുന്ന പോലെ ആദ്യം കുറച്ച് ബിരിയാണി റൈസ് എടുത്തിട്ട് അതിലേക്ക് ഒരു പപ്പടം വെച്ച് പൊടിച്ച് കുറച്ച് അച്ചാറും നല്ല ടെൻഡറായിട്ടുള്ള ചിക്കനും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടാണ് കഴിക്കുക. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ നട്ടാപ്പുരി വയലത്ത് ബീച്ചിലേക്ക് ഇറങ്ങി. അവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറേ കടകൾ തുറന്നിട്ടുണ്ടായിരുന്നില്ല, ചിലപ്പോൾ സൺഡേ അല്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ടത് പപ്പായ എന്ന് തോന്നുന്നു, പപ്പായ കഴിച്ചു. പിന്നെ മെയിൻ ഐസ്വരതി, ഇതിന് ചൊരണ്ടീസ് എന്നും ഐസ്വരതി എന്ന് പറയില്ലേ, കറക്റ്റ് ചെയ്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും ചൊരണ്ടീസ് എന്നാണ് പറയാറ്. ഇത് മിക്സ്ഡ്, ഇത് സ്വീറ്റ്. അതിൽ മിക്സ്ഡാണ് എൻ്റെ ഫേവറേറ്റ്. എനിക്ക് സ്വീറ്റ് എനിക്കിഷ്ടമല്ല. പിന്നെ അവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ പാനിപ്പൂരി അവിടെ സൈഡിലുണ്ടായിരുന്നു, ഞങ്ങൾ ആ ഭാഗത്തേക്കേ പോയില്ല. പിന്നെ സൺസെറ്റൊക്കെ കണ്ട് കുറേ നേരം സൺസെറ്റ് കണ്ട് കേട്ടോ. വൈകുന്തോറും ആളുകൾ കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. സൺസെറ്റൊക്കെ ആവാനായപ്പോഴേക്കും നല്ല ആളുകളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചു. ഈ കടയിൽ നിന്ന് ചായ കുടിച്ചത് ആദ്യം ഞങ്ങൾ കല്ലുമ്മക്കായ പറഞ്ഞു. കല്ലുമ്മക്കായ ആദ്യം എനിക്കിഷ്ടമായില്ലായിരുന്നു, ഇപ്പം എനിക്കിഷ്ടപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ ചായ കുടിച്ചു. അതുപോലെ തന്നെ കോളിഫ്ലവറിൻ്റെ ഫ്രൈ ഇല്ലേ, അതും കഴിച്ചു. അത് ആവറേജ് ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഞങ്ങൾ നേരെ ലുലുവിലേക്ക് പോയി. ലുലുവിൽ പോയി മെയിൻ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. അന്ന് അവിടെ ഫ്രൈഡേ ഓഫർ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഡോണറ്റിൻ്റെ ഈ ഒരു കോംബോ എടുത്തു. ഇതിന് എത്ര 99 റുപ്പീസോ അങ്ങനെ എത്ര ആയിരുന്നു. പിന്നെ അവിടെ ഉള്ളൊരു ഫാൻസി ഡോണറ്റ്സ് ഇല്ലേ, അതിൽ നിന്നൊരു 2 ഞങ്ങൾ പിക്ക് ചെയ്തു. ഒരു സ്ട്രോബെറിയും പിന്നെ ഒരു ചോക്ലേറ്റും, അതും. പിന്നെ ചിക്കൻ ടിക്ക പ്ലേറ്റ് ഉണ്ടായിരുന്നു, അതും ഒന്നെടുത്തു. അങ്ങനെ അവിടെ കുറച്ചൊരു ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഞങ്ങൾ പോയത് ട്രെയിനിലാണെങ്കിലും തിരിച്ച് വരുന്നത് KSRTCയിലാണ്. ട്രെയിനിൻ്റെ ടൈമൊക്കെ പ്രശ്നമായത് കൊണ്ടാണ് KSRTCയിൽ പോകുന്നത്. അങ്ങനെ 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി. അവിടെ നേരെ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. ഈ വീഡിയോയിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. എനിക്കങ്ങനെ വ്ളോഗ് എടുത്തിട്ടൊന്നും ശീലമില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് സീ യു സൂൺ.